Hi dear students, welcome back to Indian Financial System. Indian Financial Systemത്തിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളതും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസും അതിന്റെ റോള് ഇമ്പോർട്ടൻസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്റർമീഡിയറീസും ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ നെറ്റ്വർക്ക്, അതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പരിമിതികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കുറച്ച് ന്യൂനതകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one, a lack of coordination among financial institutions. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ്. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ഉണ്ട്. അതിൽ വരുന്ന അധിക ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ്, ഗവൺമെന്റ് ഓൺ ചെയ്യുന്നതാണ്. ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ലീഡർഷിപ്പിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസുമാണ് കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ ഗവൺമെന്റ് ഈസ് ആൾസോ ദ കൺട്രോളിംഗ് അതോറിറ്റി ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, ഗവൺമെന്റ് ആണ്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അതോറിറ്റിയിലോ ഗവൺമെന്റിന്റെ കൺട്രോളിങ്ങിലോ ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബഹുഭൂരിഭാഗം വരുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലൊരു കോർഡിനേഷന്റെ ഒരു അഭാവം ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു കോർഡിനേഷൻ ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തെ, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു വീക്ക്നെസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, as there is a multiplicity of institution in the Indian financial system, there is lack of coordination in the working of these institutions. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് വരുന്ന സമയത്ത് തന്നെ അവിടെ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഒരു കോർഡിനേഷന്റെ ഒരു അഭാവം, ഒരു കോർഡിനേഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ, ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പൊ അതിൽ പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ചെയ്യുന്നത്, സാധാരണഗതിയിൽ അവർ അവരുടേതായിട്ടുള്ള കുറച്ച് പോളിസീസും അവരുടേതായിട്ടുള്ള കുറച്ച് സ്കീമുകളുടെ ബേസിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പറയാം മണി ലെൻഡേഴ്സ് അല്ലെ, ഇതുപോലെയുള്ള ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് പാർട്ടീസ് ഉണ്ട്. ആ പാർട്ടീസിനെ എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റ് സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഫോൾട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഒരു ലിമിറ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതാണ് പറയുന്ന ഒന്നാമത്തെ വീക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കോർഡിനേഷൻ ഇല്ല. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ ഫ്രെയിംവർക്കിനകത്തുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പരസ്പരം ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. Then second one, dominance of development banks in industrial finance. The industrial financing in India today is largely through the financial institutions set up by the government. They get most of their funds from their sponsors. They act as distributive agency only. Hence, they fail to mobilize the savings of the public. This stands in the way of growth of an efficient financial system in the country. അതായത് നമുക്കൊരു ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞതാണ്. എന്തിനാണ് ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്, ആ ഒരു പെർട്ടിക്കുലർ എക്കോണമിയുടെ ഡെവലപ്മെന്റ് ആണ്. എക്കോണമിയുടെ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിച്ചിട്ട്, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെ ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ ഉപയോഗിച്ചിട്ട് പബ്ലിക്കിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവരുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത് സ്പോൺസേഴ്സിലൂടെയാണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ടായിരിക്കും. ആ സ്പോൺസേഴ്സിൽ നിന്നും മാത്രം എന്ത് ചെയ്യുന്നു, അവർ ഫണ്ട് കളക്ട് ചെയ്യുന്നു. അവരുടെ പാർട്ട്നേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഇന്റർമീഡിയറീസോ അല്ലെങ്കിൽ അവരുടേതായിട്ട് വരുന്ന കുറച്ച് ആളുകളിൽ നിന്നും മാത്രം, അതായത് നമ്മൾ പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, വളരെ വൈഡ് ആയിട്ട് അവര് ഫണ്ട് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഒരു വീക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൊമിനൻസ് ഓഫ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇൻ ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട്
ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ കോർപ്പറേറ്റുകളും അവരുടെ പിന്നെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, കുറച്ച് ആളുകളിൽ നിന്ന് മാത്രം ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നു, പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. Then third one, inactive and erratic capital market. In India, the corporate customers are able to raise finance through development banks, so they need to go to capital market. അതായത് ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെവലപ്മെന്റ് ബാങ്ക്സുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഈ ഒരു ഫിനാൻസ് അവർ കളക്ട് ചെയ്യുന്നത്. സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ബാങ്ക്സുകളാവാം. ഇപ്പൊ ഇത്തരത്തിൽ ഡെവലപ്മെന്റ് ബാങ്കുകളിൽ നിന്നും കോർപ്പറേറ്റുകള്, കമ്പനീസ് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരേണ്ട ഒരു സാധ്യത കുറയുന്നു, അല്ലെങ്കിൽ അതിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ടും അവരെന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാം. മോറോവർ ദേ ഡു നോട്ട് റിസോർട്ട് ടു ക്യാപിറ്റൽ മാർക്കറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എറാറ്റിക് ആൻഡ് ഇനാക്റ്റീവ്. ഒരു ആക്റ്റീവ് അല്ല, അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കമ്പനീസ്, കോർപ്പറേറ്റുകൾ വരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട്, ഒരു വീക്ക്നെസ് ആയിട്ട് പറയാവുന്നതാണ്. അങ്ങനെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വന്നാലാണ് എന്ത് ചെയ്യാൻ കഴിയുക, കൂടുതലായിട്ടും ആളുകൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത്. ഇൻവെസ്റ്റേഴ്സ് ടു പ്രിഫർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിസിക്കൽ അസറ്റ് ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റുകളിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ്, ഒരു എന്താ പറയുക എറേഴ്സ് ഇല്ലാത്ത, അതുപോലെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യയിൽ ഇല്ല. അതിന്റെ ഒരു ലാക്ക് ഉണ്ട്, അതിന്റെ ഒരു അഭാവം ഉണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസസ് ആണ്. The dominance of development banks has developed unhealthy financial practices among corporate customers. The development banks provide most of the funds in the form of term loans. So there is a predominance of debt in the financial structure of corporate enterprises. When these enterprises face financial crisis, the financial institution permit a greater use of debt than is warranted. This will make matters worse. അതായത് നമുക്കറിയാം ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രാക്ടീസസ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കോർപ്പറേറ്റ് കമ്പനീസിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് വരുന്ന സമയത്ത് അത് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ത് ചെയ്യുന്നു, അവർക്ക് ഡെപ്റ്റ് ആയിട്ട് നൽകുന്നു. അതായത് ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും ലോണുകളായിട്ട് എന്ത് ചെയ്യാണ്, ടേം ലോൺസുകളായിട്ട് പിന്നെ ഇത്തരത്തിൽ വരുന്ന കോർപ്പറേറ്റ് കമ്പനീസിന് നൽകുന്നു. അത് ഭാവിയിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഈയിടെ വന്നിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നതാണ്, അല്ലെ? നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ, അല്ലെ, ഒരുപാട് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, കോർപ്പറേറ്റുകൾക്ക് പിന്നെ കടം നൽകുന്നു, അല്ലെ, ലോണുകൾ നൽകുന്നു, അത് തിരിച്ചടക്കാതെ എന്ത് ചെയ്യുന്നു. അപ്പൊ അത്തരത്തില് ഒരു പ്രോബ്ലം, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രാക്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് മൊണോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചറാണ്. അതായത് ഇന്ത്യയിൽ ചില കാര്യങ്ങൾ, ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു, ഒരു മൊണോപ്പൊളി ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇൻ ഇന്ത്യ സം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സോ ലാർജ് that they have created a monopolistic market structure in the financial system. Actually ഒരു മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൊണോപ്പൊളി എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്നില്ല എങ്കിലും, ഒരു മേഖലയിലും പ്രധാനമായിട്ട് വരുന്നില്ല എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ വലുതായതുകൊണ്ട് അത് ഒരു മൊണോപ്പൊളി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സപ്പോസ് നമുക്ക് പറയാം LIC, അല്ലെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ലൈഫ് ഇൻഷുറൻസിൽ ഒരു മൊണോപ്പൊളി ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി ഇതെന്തല്ല, മൊണോപ്പൊളി അല്ല എങ്കിലും ആളുകൾക്കിടയിൽ, പബ്ലിക്കിന്റെ ഇടയിൽ അതൊരു മൊണോപ്പൊളി ആയിട്ട്, മൊണോപ്പൊളി പവറോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട് മാറുന്നു. അപ്പോ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്, എല്ലാ പബ്ലിക്കും എന്ത് ചെയ്യാണ്, ഇത്തരത്തിൽ മൊണോപ്പൊളി ആയിട്ടുള്ള കോർപ്പറേറ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നു, അതിൽ സ്റ്റക്ക് ആയി പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. ദ വീക്ക്നെസ് ഓഫ് ദിസ് ലാർജ് സ്ട്രക്ചർ ഈസ് ദാറ്റ് ഇറ്റ് കുഡ് ലീഡ് ടു ഇൻഎഫിഷ്യൻസി ഇൻ ദെയർ വർക്കിംഗ് ഓർ മിസ്മാനേജ്മെന്റ്. അപ്പൊ ഇത്തരത്തില് ഒരു കമ്പനി വലുതാകുകയും വലിയൊരു കമ്പനി ആയിട്ട് മാറുകയും ആ കമ്പനിയെ എന്ത് ചെയ്യുക, കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ കമ്പനീസ് ഉയർന്നു വരാത്ത ഒരു സാഹചര്യത്തില് സ്വാഭാവികമായിട്ടും അവരുടെ ഫങ്ഷൻസിൽ, അവരുടെ സർവീസുകളിൽ ചെറിയ പ്രോബ്ലംസ്, ഇൻഎഫിഷ്യൻസീസ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ എക്കോണമിയിൽ ഒരു കമ്പനി മാത്രം വലുതായി വരുന്നു, ആ കമ്പനിയെ കോമ്പീറ്റ് ചെയ്യാനോ ആ കമ്പനിയെ പ്രതിരോധിക്കാനോ മറ്റു വേറൊരു കമ്പനീസ് ആ മാർക്കറ്റിൽ മെർജ് ചെയ്ത് വരുന്നില്ല, ഉയർന്നു വരുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ പെർഫോമൻസ്, ആ കമ്പനിയുടെ എഫിഷ്യൻസി
എഫിഷ്യൻസി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് മൊണോപ്പൊളിയുടെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ മറ്റു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റു പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്, മറ്റു ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്, ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ഹൈ ലെവൽ ഓഫ് NPA. അതായത് ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും NPAസിന്റെ ലെവൽ, NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ്. അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഒരുപാട് ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ത് ചെയ്യുന്നു, ഡെപ്റ്റ് അല്ലെങ്കിൽ ലോണുകളായിട്ട് നൽകുന്നു, അല്ലെ, നമ്മളുടെ ഗോൾഡ് ലോണോ അല്ലെങ്കിൽ അതുപോലെ പ്രോപ്പർട്ടിയുടെ മുകളിലൊക്കെ ലോണുകൾ നൽകുന്നു. അത് എന്ത് ചെയ്യുന്നില്ല, ആളുകൾ തിരിച്ചടക്കുന്നില്ല. പത്രത്തിൽ കോർപ്പറേറ്റുകൾക്ക് നൽകിയാൽ എമൗണ്ട്, വലിയൊരു എമൗണ്ട് നമുക്കറിയാം അല്ലെ, തിരിച്ചു കിട്ടാനാണ്. പല ബാങ്കുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു എമൗണ്ടുകൾ ഇത്തരത്തിൽ കോർപ്പറേറ്റ് കമ്പനികൾക്കും അതുപോലെ തന്നെ പബ്ലിക്കും എടുത്തിട്ടുള്ള എമൗണ്ടുകൾ തിരിച്ചു കിട്ടാനുണ്ട്. അപ്പൊ അത്തരത്തിൽ തിരിച്ചു കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിന്റെ ഇൻട്രസ്റ്റോ അതിന്റെ പിന്നെ എമൗണ്ടോ ഒന്നും തിരിച്ചു കിട്ടാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, അത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ അത്തരത്തിൽ വരുന്ന ബാഡ് ഡെപ്റ്റുകളെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അസറ്റുകൾ. അപ്പൊ നമ്മൾ ഗോൾഡിന്റെ മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് എന്ത് ചെയ്യണം, ഗോൾഡ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെ, അത് നമ്മൾ എടുത്തിട്ടുള്ള ലോണിന് മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് നൽകേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇൻട്രസ്റ്റും നൽകുന്നില്ല, നമ്മളെ ഗോൾഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യുന്നുമില്ല, നമ്മൾ എടുക്കുന്നുമില്ല. അതായത് നമ്മുടെ പിന്നെ ആ ഒരു ലോൺ നമ്മൾ തീർപ്പാക്കുന്നില്ല എങ്കിൽ അത്തരത്തിൽ വരുന്ന അസറ്റുകളെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയൊരു എമൗണ്ട്, വലിയൊരു നോൺ പെർഫോമിംഗ് അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ട് എന്നുള്ളത് ഒരു വീക്ക്നെസ് ആയിട്ട് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റ് ബർഡൻഡ് വിത്ത് ഹൈ ലെവൽ ഓഫ് ഡൊമസ്റ്റിക് ഡെപ്റ്റ്. അതായത് ഡൊമസ്റ്റിക് ഡെപ്റ്റ് കൂടുന്നുണ്ട്. അപ്പൊ നമുക്കറിയുന്നതാണ് അല്ലെ, പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ഡെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൂടി വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതും നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ലേബിൾഡ് വിത്ത് സ്കാംസ്. നമുക്കറിയാം, സഹകരണ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കുകളെല്ലാം വലിയ അഴിമതി കേസുകളിലും വലിയ അഴിമതി ആരോപണങ്ങളിലും എന്ത് ചെയ്യുന്നു, തടഞ്ഞു നിൽക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഉയർച്ച അത് അത്തരത്തിൽ വരുന്ന സമയത്ത് എന്തായി, അപ്പൊ സഹകരണ ബാങ്കുകളിലേക്ക് ആളുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലെ. അപ്പൊ ആ വിശ്വാസം നഷ്ടപ്പെടുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി പബ്ലിക് എന്ത് ചെയ്യും, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ വരും, അവിടെ സേവ് ചെയ്യാതെ വരും അല്ലെ. അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ബാധിക്കുന്ന പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് റെഡ്യൂസ് ഇൻ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. PSUസിലെ പബ്ലിക് സെക്ടർ കമ്പനികളിലെല്ലാം ആളുകളുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് പറയുന്നുണ്ട്. ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്, കാരണം എമൗണ്ട് നഷ്ടപ്പെട്ടു പോകുമോ, കമ്പനി എന്ത് ചെയ്യുന്നത്, ഫെയിൽ ആയി പോകുമോ എന്നുള്ള പേടിയാണ്. അതായത് പബ്ലിക് സെക്ടറിൽ വരുന്ന അണ്ടർടേക്കിംഗ്സിൽ PSUസിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലാണ് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട്, ഒരു വീക്ക്നെസ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇല്ലിറ്ററസിയാണ്. നമുക്കറിയാം, നമ്മുടെ പബ്ലിക് പൊതുജനങ്ങളിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലിറ്ററസി കുറവാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാവുന്ന കാര്യമാണ്. പല ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ക്യാഷ് എങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന് റിട്ടേൺ കൂടുതൽ കിട്ടുക, ഇങ്ങനെ തുടങ്ങിയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു ലിറ്ററസി കുറവ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ ഇത്രയാണ് ഇതിന്റെ വീക്ക്നെസ്സുകളായിട്ട് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്? പ്രധാനപ്പെട്ട വീക്ക്നെസ്സുകൾ പറഞ്ഞു. ഒന്ന്, ലാക്ക് ഓഫ് കോർഡിനേഷൻ ആണ് എമംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ കോർഡിനേഷൻ ഇല്ല. അതുപോലെ തന്നെ ഒരു ഡൊമിനൻസ്, അതായത് പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ആക്റ്റീവ് അല്ല, അതുപോലെ തന്നെ ഒരുപാട് എറേഴ്സ് ഉള്ള ഒരു മാർക്കറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലാണ്. അതുപോലെ തന്നെ ഒരുപാട് അൺഹെൽത്തി ഫിനാൻഷ്യൽ പ്രാക്ടീസസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ മറ്റു ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് വരുന്നുണ്ട്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.